ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വ്യാപക മഴക്കെടുതികൾ, നദികളിൽ പ്രളയ മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ 6 എണ്ണം കൊല്ലം പോർട്ടിലെത്തിച്ചു. കടൽ വെള്ളം പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ 2ാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നാളെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ, ഋഷിയ എന്നീ നദികളിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്നു. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. 2 ദിവസമായി തിരുവനന്തപുരം ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ പലയിടത്തും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. പെരിങ്കടവള, അതിയന്നൂർ, വാമനപുരം എന്നീ ബ്ലോക്കുകളിലാണ് കൃഷിനാശമുണ്ടായത്. ജില്ലയിൽ ഇന്നലെ മാത്രം 22.3 ലക്ഷം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശം. ജില്ലയിൽ ഇതുവരെ 3.27 കോടി രൂപയുടെ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും ഇതുവരെ കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിലായി 4 വീടുകൾ പൂർണ്ണമായും 6 താലൂക്കുകളിലായി 250 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിൽ ഇതുവരെ 3.27 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. 2018 കർഷകർക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ശക്തമായ മഴയിലും കാറ്റിലും KSEBിക്ക് 80.89 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൌകര്യങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ വിലയിരുത്തി. വഞ്ചിക്കവല, മണിയറൻകുടി, കീരിത്തോട്, മുരിക്കാശ്ശേരി എന്നീ ക്യാമ്പുകളാണ് മന്ത്രി സന്ദർശിച്ചത്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും വരണാധികാരിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരു സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. 23-നാണ് വോട്ടെണ്ണൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ UDFിൽ ചേരാനോ ഇല്ലെന്ന് PV അൻവർ. ഉപതെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനം തീരുമാനിക്കട്ടെയെന്നും CPIMുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം UDF തീരുമാനം PV അൻവർ അംഗീകരിക്കണമെന്നും ആരും അദ്ദേഹത്തെ അവഗണിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. MSC ELSA 3 കപ്പൽ മുങ്ങി കൊല്ലം തീരത്തടിഞ്ഞ 44 കണ്ടെയ്നറുകളിൽ 6 എണ്ണം കൊല്ലം പോർട്ടിലെത്തിച്ചു. മർക്കന്റെയിൽ മറൈൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പോർട്ടിലെത്തി കണ്ടെയ്നറുകൾ പരിശോധിച്ചു. കണ്ടെയ്നറിലെ വസ്തുക്കൾ കാരണം കടൽവെള്ളവും തീരവും മലിനമാകുന്നുണ്ടോ എന്നറിയാൻ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ പഠനം ആരംഭിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം സന്ദർശിച്ച് മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാൽ. തന്റെ ബാല്യകാലത്തെ റേഡിയോ ഓർമ്മകൾ ആകാശവാണിയുമായി പങ്കുവയ്ക്കുന്ന മോഹൻലാലിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ മോഹൻലാൽ. ടിവിയും ഇന്റർനെറ്റും ഒക്കെ വരും മുമ്പുള്ള ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഹോം എന്റർടൈൻമെന്റ് ആകാശവാണിയായിരുന്നു. അല്ല, ആകാശവാണി മാത്രമായിരുന്നു. അതാണ് ശരി. ടിവിയുടെ വരവോടെ മരണം പ്രവചിക്കപ്പെട്ട മാധ്യമമായിരുന്നു റേഡിയോ. ലോകമെമ്പാടും വർദ്ധിത വീര്യത്തോടെ പുനർജനിച്ചു. FM നിലയങ്ങൾ പുതുമയാർന്ന തത്സമയ പ്രക്ഷേപണങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടം നേടി. എന്നിരുന്നാലും ഇന്നും പ്രാദേശിക വാർത്തകൾക്കോ ദേശീയ വാർത്തകൾക്കോ ഓൾ ഇന്ത്യ റേഡിയോ മാത്രമേ ആശ്രയമുള്ളൂ. നിലവാരത്തിന്റെ കാര്യത്തിലും നല്ല മലയാളത്തിന്റെ കാര്യത്തിലും ആകാശവാണി ആ പഴയ പ്രൗഢിയിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ തന്നെ നിലനിൽക്കും. കേരളത്തെ പുകയില മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ലോക പുകയില വിരുദ്ധ ദിന സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യമാനന്ദം ജനകീയ ക്യാൻസർ ക്യാമ്പയിന്റെ ഭാഗമായി പുകയിലയ്ക്കെതിരെ പ്രചരണം നടക്കുന്നതായും ശ്രീമതി വീണ ജോർജ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത പ്രാദേശിക വാർത്തകൾക്ക് ശേഷം പ്രക്ഷേപണം ചെയ്യും. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. റേഷൻ വിതരണം പ്രതിസന്ധിയിലാണെന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കെടുതിയും പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നേരിടാൻ വകുപ്പ് പൂർണ്ണ സജ്ജമാണെന്നും ശ്രീ GR അനിൽ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2ാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ജൂൺ 3-നാണ് ഫൈനൽ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ജൂൺ 8 മുതൽ ജൂലൈ 4 വരെയാണ് വൈശാഖോത്സവം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജൂൺ 8-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാവുക. ഭണ്ണാരമെഴുന്നള്ളത്ത് ജൂൺ 9-നും ഇളനീർ വെപ്പ് ജൂൺ 17-നുമാണ് നടക്കുക. ജൂലൈ 4-ന് തൃക്കലശാട്ടോടെയാണ് ഉത്സവം സമാപനം കുറിക്കുക. ജൂൺ 9-ന് രാത്രി ഭണ്ണാരമെഴുന്നള്ളത്ത് അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും ജൂൺ 30-ന് മകംനാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. 2000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊട്ടിയൂരിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 67 സെന്റ് സ്ഥലവും പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി V. ശിവകുമാർ വിരമിച്ചു. 1989-ൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവർത്തനമാരംഭിച്ച അദ്ദേഹം ഡൽഹി, പൂനെ, ഗോവ, ദേവികുളം, തിരുവനന്തപുരം നിലയങ്ങളിലും തിരുവനന്തപുരം വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിലുമായി 36 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ കായിക പ്രക്ഷേപണത്തിന്റെ ടീം ലീഡറാകുന്ന ആദ്യ മലയാളി കൂടിയാണ് ശ്രീ V. ശിവകുമാർ. 34 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം കൊച്ചി ലേഖകൻ രാജ്മോഹൻ R. വിരമിച്ചു. കോഴിക്കോട് വാർത്താ വിഭാഗം മേധാവിയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആകാശവാണി NSD ഡൽഹി, കൊച്ചി, കോഴിക്കോട് നിലയങ്ങളിലും ചെന്നൈ ദൂരദർശനിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ബോധവൽക്കരണ പരിപാടികളും എക്സിബിഷനുകളും നടത്തുന്നതിന് ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. 1 വർഷത്തേക്കാണ് കാലാവധി. കേന്ദ്ര സർക്കാർ ജനക്ഷേമ പദ്ധതികളും പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3. കൂടുതൽ വിവരങ്ങൾ cbcindia.gov.in എന്ന വെബ്സൈറ്റിലും 9995323557 എന്ന നമ്പറിലും ലഭ്യമാണ്. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. തുമ്പമൺ, പന്തളം എന്നിവിടങ്ങളിലാണ് ഇന്ന് ക്യാമ്പയിൻ. ഇതുകൂടാതെ ഓൺലൈൻ ക്യാമ്പയിനും നടക്കും. കോന്നി, വള്ളിക്കോട്, തണ്ണിത്തോട്, മലയാലപ്പുഴ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഇന്നലെ ക്യാമ്പയിൻ നടന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, ആത്മാ പത്തനംതിട്ട എന്നിവ സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 53 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വ്യാപക മഴക്കെടുതികൾ, നദികളിൽ പ്രളയ മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ 6 എണ്ണം കൊല്ലം പോർട്ടിലെത്തിച്ചു. കടൽവെള്ളം പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ 2ാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നാളെ നേരിടും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് റീഡർ പാനലിലെ ദീർഘനാളത്തെ സേവനം പൂർത്തിയാക്കി ഞാനിന്ന് പടിയിറങ്ങുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.